അച്ഛന് മുണ്ടും ഷർട്ടും തന്നെ ധാരാളം. ഇതേ ഷൂ 3 മതി മതി, വായിച്ചത് മതി. ഇനിയും വായിച്ചല്ലേ എനിക്കൂടെ ടെൻഷനാവും. അത് കോട്ടും സൂട്ടും എനിക്കൊരെണ്ണം പുതിയത് വാങ്ങിക്കാം. സച്ചിക്കും ശ്രീകാന്തിനും നമുക്ക് വാടകയ്ക്ക് എടുത്താ പോരെ? അങ്ങനെ കുറച്ച് കാശ് ലാഭിക്കാമല്ലോ. ആ, വാടകയ്ക്ക് എടുത്താന്ന് സച്ചി അറിഞ്ഞ പ്രശ്നമാവും. അവൻ ഫംഗ്ഷന് വരില്ല. പിന്നെ ആര് വന്നില്ലേലും സച്ചി ഫംഗ്ഷന് വരണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അല്ല, ശ്രുതിക്ക് 2 അനിയന്മാരുണ്ടെന്ന് അഭിലാഷ് സാറിനോട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പിന്നെ സച്ചി വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ? സച്ചി എന്തായാലും വരണം. അത് ശരിയാ, ഉറപ്പായിട്ടും വരണം. അല്ല, മദ്യം കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അത് വേണമല്ലോ. മദ്യമില്ലാതെ എന്ത് പാർട്ടി? എല്ലാം കൂടി ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപ ചെലവാവും. അത് ഓർത്തിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അത്രയ്ക്ക് വേണ്ടി വരുമോ ശ്രുതി? വേണം. ഹോട്ടൽ വാടക, മദ്യം, ഭക്ഷണം, ഇവരുടെയൊക്കെ ഡ്രസ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ഏകദേശം 4 ലക്ഷത്തോളം രൂപ വേണം. ഞാൻ കൂട്ടി നോക്കിയതാ. കൂട്ടിയിട്ടും കിഴിച്ചിട്ടും അത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ശ്രുതി ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഡീലർഷിപ്പ് കിട്ടിയാൽ നമ്മള് രക്ഷപ്പെടില്ലേ? ഈ കടം വാങ്ങിക്കുന്ന കാശൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാം. അല്ല, ഈ കാശ് പലിശയ്ക്ക് കടം തരാന്ന് പറഞ്ഞമാരൊക്കെ ഭയങ്കരമാരാ. അവര് പിന്നെ കുത്തിനു പിടിച്ച് മുതലും പലിശയൊക്കെ തിരിച്ചു വാങ്ങിക്കും. എങ്ങനെയെങ്കിലും തിരികെ കൊടുത്തേ പറ്റൂ. അപ്പൊ ശ്രുതി, അച്ഛന്റെ കയ്യിൽ കാശ് കാണോ? അല്ല, അച്ഛനാവുമ്പോ ഈ കടം വാങ്ങിയാ തിരിച്ചു കൊടുക്കണ്ടല്ലോ. പാതിരാത്രി എന്റെ വായിരിക്കുന്നൊന്നും കേക്കല്ലേ. മിണ്ടാടെന്ന് ഉറങ്ങാൻ നോക്ക്. കിടക്കാം, പക്ഷെ എനിക്ക് ഉറക്കമൊന്നും വരൂല. നാളത്തെ ഫംഗ്ഷൻ കൊണ്ട് 2 കാര്യമുണ്ട്. ഡീലർഷിപ്പ് ഉറപ്പായും കിട്ടും. സച്ചിയുടെ ഫോണും എന്റെ കയ്യിലെത്തും. അവൻ കുടിച്ച് ലക്ക് ഇട്ട് ഓഫ് ആവുമ്പോ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. 4 ലക്ഷത്തോളം രൂപ ചെലവായാലെന്താ? എനിക്കിത് ലാഭം തന്നെയാ. ശ്രുതിയും വിളിച്ചൊരു മാത്രമല്ലോ ഇവരൊക്കെ ആരാ? നമ്മുടെ കുടുംബത്തിലുള്ള ആരെയും കാണുന്നില്ല. എന്റെ ചന്ദ്രേ, ഞാൻ എന്നായി കാണുന്നേ? എന്തൊരു ഭംഗിയാടിയത്. സിനിമയിലെ ഹീറോയിനെ പോലെ തന്നെ. പോകാമേ. അതെ, ഇതാ ശരിക്കുള്ള ഞാൻ. രവിയേട്ടൻ എന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ അങ്ങനെ ആയത്. ഏതെങ്കിലും ബിസിനസ്മാൻ നിന്നെ കണ്ടാലേ പെണ്ണ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അത് പോ അവിടുന്ന്. അവളുടെ ഒരു നാണം കണ്ടില്ലേ? ഭാമേ, നീ ശരിക്കും പറഞ്ഞല്ലേ? ശരിക്കും പറഞ്ഞതാ. എന്നാ കുഴപ്പമില്ല, നമുക്ക് പോവാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇത് ചന്ദ്ര തന്നെയാണോന്ന് നോക്കിയതാ. അതെന്താ എന്നെ കണ്ട മനസ്സിലാവുന്നില്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണല്ലോ ചന്ദ്രൻ. നമ്മുടെ കല്യാണത്തിന് പോലെ നീ ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടില്ല. രവിയേട്ടാ, നാണത്തോടെ അവള് വന്നത്. ഇപ്പൊ അത് കൂടി. അവളുടെ കണ്ണൊക്കെ അങ്ങ് ചുവന്ന് കാണും. ഒന്ന് പോടി. ശ്രുതിയെ എന്നെ ഇങ്ങനെ മാറ്റിയത് എങ്ങനെയുണ്ട്? ജോർ അല്ലേ മീൻ? നമ്മുടെ മക്കളെയും മരുമക്കളെയും ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണൂലേ? ഞാൻ ഇത്രയും നേരം നോക്കിയൊരു കാണില്ല. ശ്രീകാന്ത് വർഷം വരുന്നു. വാ മക്കളെ, വാ. ആന്റി, ഈ ലുക്ക് കൊള്ളാൻ കേട്ടോ. സൂപ്പർ. നീ സുന്ദരിയല്ലേ? ഈ ഹോട്ടലിന്റെ ഓണർ നീയാണെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കും. ശ്രീകാന്ത്, ഈ കോട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക്സ് അമ്മ, നിങ്ങക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ സച്ചിയും ലവിതയൊക്കെ എന്തി? അവരൊരുങ്ങിയില്ലേ? ഞാൻ കണ്ടില്ല സാർ. അവരിവിടെ പോയി. സുധിയും കാണുന്നില്ല. നിന്റെ ഗെറ്റപ്പൊക്കെ കൊള്ളാം, പക്ഷെ ഒന്നും ഓർത്തോളാം. 5 പൈസ ചെലവാക്കാത്ത സുധി ലക്ഷങ്ങൾ പൊട്ടിച്ച ഈ ഫംഗ്ഷൻ വെച്ചത്. ഡീലർഷിപ്പ് നേടിയെടുത്താൽ മാത്രം പോരാ, സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ കൈക്കലാക്കി അതിലുള്ള വീഡിയോ എടുക്കണം. എങ്കിലേ കാശ് മുതലാവും. അതെ, ഇന്ന് എന്റെ ലാസ്റ്റ് ചാൻസാ. ഇന്ന് അവന്റെ ഫോണിൽ നിന്ന് നമ്മൾ ആ വീഡിയോ എടുത്തിരിക്കും. ശ്രുതി, നിന്നെ കണ്ട ഇപ്പൊ ഒരു ഏഞ്ചലിനെ പോലെയുണ്ട്. സുധിയെ കണ്ടാലും ഒരു കോടീശ്വരൻ ലുക്ക് തന്നെ. താങ്ക് യു. പിന്നെ ഇന്നത്തെ ഫംഗ്ഷനില് എല്ലാവരുടെയും കണ്ണ് നിന്നിലേക്കായിരിക്കും. നമ്മുടെ ഫാമിലിയിലെ മറ്റു 2 മരുമക്കളും ഇവിടെ ഉണ്ടോന്ന് പോലും ആരും അറിയില്ല. അവരെ ആരും നോക്കത്ത് പോലും ഇല്ല. ഒന്ന് പോണ്ടേ? എല്ലാരും വന്നു, ടൈമായി. അതെ ശരിയാ. സുധി, ഇപ്പൊ വരാമേ. ശ്രുതി, ഹായ് ഡാഡി. കേൾക്കണം. ഓ, മനസ്സിലായി. എന്താ ചെവി പറഞ്ഞേ? ആശംസകൾ പറഞ്ഞതാ. ഓ, ആശംസകള് ചെവിയിലാണ് പറയുന്നേ? അതിപ്പോഴത്തെ പുതിയ ട്രെൻഡാ. ഓ, ആണോ? എന്നാ ഞാനും ചെവി പറയാൻ പോവാ. വാ മോനെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അമ്മേ. വണ്ടി ചെവി പോയി പറഞ്ഞേ. അല്ല, എല്ലാരും വന്നു. സച്ചിൻ ദേവതയും കണ്ടില്ലല്ലോ. കുശുമ്പുകാരനെ 2 പേരും പോയി കാണും. കുശുമ്പോ? എന്താണ് കുശുമ്പ്? അവര് ഇത്തരം ഫംഗ്ഷൻ ഒന്നും പറ്റിയവരല്ലോ. നിങ്ങൾ 4 പേരും അടുത്തടുത്ത് നിൽക്കണം കേട്ടോ. നോക്ക്, ഇവരെ കണ്ടാൽ തന്നെ കോടീശ്വരന്മാരെ പോലെ ഉണ്ട് അല്ലേ? അവര് 2 പേരും ഇവരുടെ മുന്നിൽ വന്ന സ്വർണ്ണക്കടയ്ക്കടുത്ത് പെട്ടിക്കട വെച്ച പോലെ ഉണ്ടാവും. അത് അവർക്കും അറിയാം. ഇവരോടുള്ള കുശുമ്പ് കാരണം അവര് സ്ഥലം വിട്ടതാ. അമ്മ, ഈ അമ്മയുടെ ഒരു കാര്യം. ജനക, ഇവിടെ ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയണില്ല. അവരെങ്ങും പോയിട്ടില്ല. അവരിവിടെ എവിടെയോ ഉണ്ട്. ഇപ്പൊ വരും. മിസ്റ്റർ സുധി. യെസ് ഞാൻ വരാം. ഡാഡി, കുറച്ച് നീതിന്റെ ഒരു കൈ താത്തിയിടാത്ത ഇനിയിപ്പോ കൈ ഉടഞ്ഞ് ബാൻഡേജ് ഇട്ട് കഴുത്തി തൂക്കലുണ്ടല്ലോ. ശ്രുതി ഇങ്ങനെ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, സുന്ദരി തന്നെ. ആരും ഒന്നും നോക്കിപ്പോകും. ഞാൻ നിന്റെ ഫോട്ടോ എടുക്കട്ടെ. അടിപൊളി. കൊള്ളാല്ലേ? ചന്ദ്രേ, നീ തൊട്ടു മുമ്പ് പറഞ്ഞതൊക്കെ അങ്ങ് വിഴുങ്ങിക്കും. അവരെ 2 പേരെ നോക്കിക്കേ. സിനിമയിലെ ഹീറോയും ഹീറോയിനെ പോലെയുണ്ട്. സച്ചി, അച്ഛൻ വിളിക്കുന്നു. എന്താ
ഫോട്ടോ എടുക്കാൻ ഞങ്ങള്. മതി മതി, ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ആ, വാ. നോക്ക് എന്തൊരു കെറ്റപ്പാ നോക്ക്. സൂപ്പർ സ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും കൊള്ളാം. രണ്ടുപേർക്കും കണ്ണ് കിട്ടാതിരുന്നാ മതിയായിരുന്നു. അധികം പുകഴ്ത്തൊന്നും വേണ്ട. ഇതൊക്കെ ശ്രുതിയുടെ കരവേദ. അതെ, അസൂയ പാടില്ല. മിണ്ടാതിരിക്കുന്ന നല്ലത്. പിടിച്ചിരിക്കാനേ ബുദ്ധിമുട്ടും. അതെ. പോടാ. വിട്ട് കേളാ സച്ചി. അച്ഛാ, ഒരു കാര്യം ചോദിക്കണ്ട. ഒന്ന് വന്നേ. എന്താ കാര്യടാ പറ. കാര്യം എന്താ വെച്ചാ പറയടാ. അച്ഛാ, എന്താ അത് പിന്നെ എന്താ പ്രശ്നം? വില കുറവുണ്ട് ഇവിടെ. അച്ഛാ, ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പുറം ചൊറിയെന്ന് തോന്നി എന്താ ചെയ്യാ? ഞാനിതുവരെ കോട്ടും സൂട്ടും ഒന്നും ഇട്ടിട്ടില്ല. എനിക്കറിയാനും പാടില്ല. ഷോറിയുടെ പോലും വെറുതെ നാളെ വിളിച്ചിട്ട് കളിയാക്കണം. അച്ഛാ, എന്റെ പുറം ചൊറിഞ്ഞു. ഒന്നും പോടാന്ന്. വെറുതെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചൊറിഞ്ഞു തരാം. പോടാ പോടാ പോടാ. അവനൊരു അച്ഛാ. ചൊറിച്ചിലും അച്ഛാ. അല്ല എന്താ പോളെ? സച്ചിനെന്തേ? അവനെന്തോ പ്രശ്നം. അയ്യോ എന്ത് പ്രശ്നം? അവനെന്തോ കിട്ടാത്തതിന്റെ ടെൻഷനിൽ നിൽക്കാം. എന്ത് കിട്ടാത്തന്നെ? മോളെ അങ്ങോട്ട് ചെല്ല്. മോക്കെ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ ചെല്ല്. എന്താ സച്ചേട്ടാ? എന്റെ പുറം ചൊറിയാണ്. നീ ഒന്ന് ചൊറിഞ്ഞതാ. ഈ കോട്ടിട്ടോണ്ട് പുറകോട്ട് കൈ വെക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ടൈറ്റാ. മാറുകളെ പോലെ ചുമരിലോ മറ്റോ പോയി വരയ്ക്കാൻ പറ്റൂ. ആളുകൾ നോക്കും. ചൊറി 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 പെട്ടെന്ന് ചൊറി. ആരും കാണില്ല. പെട്ടെന്ന് ചൊറിച്ചോ ചൊറിച്ചോ ചൊറിച്ചോ. എവിടെയാണോ? കുറച്ചുകൂടി മേലെ. അവിടെ ചൊറി. ഇവിടെ ചൊറി. അപ്പുറത്തെ ചൊറി. അതുപോലെ തന്നെ എന്റെ ഷോറൂമിന്റെ 100 ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ 14 ജില്ലകളിലും എന്റെ ഷോറൂമിന്റെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. മതി. എത്ര ഫോട്ടോ എടുത്തേ? നീ ഇന്ന് സൂപ്പർ ആയിട്ടുണ്ട് രവതി. അവിടെ ഫോട്ടോ എടുക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ സൂപ്പർ അല്ലേ? അതെ, എന്നാലും ഇന്ന് ആയുധ പൂജയ്ക്ക് വെച്ച കാറ് പോലെ പളപള തിളങ്ങുന്നുണ്ട്. ഭാര്യയെ കാറുമായിട്ട് ഉപമിച്ച ഒരേ ഒരു ഭർത്താവ് നിങ്ങളായിരിക്കും. ഇങ്ങനെ കണ്ട അച്ഛമ്മയ്ക്ക് സന്തോഷമാകുമായിരുന്നു. അച്ഛമ്മയ്ക്ക് വരാൻ പറ്റിയില്ലല്ലോ. അമ്മയും അനിയത്തിയും ഒക്കെ നമ്മളിങ്ങനെ കാണുമായിരുന്നു. അവർക്കും സന്തോഷമായിരുന്നു. അച്ഛൻ അവരെ വിളിക്കാൻ നോക്കിയതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞ് അവരിവിടെ വന്നാ അമ്മ എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കും. അതും ശരിയാ. ഒരു കാര്യം ചെയ്യാം. നമുക്ക് സെൽഫി എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാം. എടുക്കാം. കളല്ലേ? നീ വാ. Yes, yes, of course. ഏയ് പോടു. എന്ത് പോയി? സോറി, ഇവിടെ ചെറിയൊരു ആക്സിഡന്റ്. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കൊരങ്ങ. നിനക്കത് കണ്ണില്ലേ? സോറി ബ്രദർ, നീ ഉച്ചരിക്കരുത്. കോടീശ്വരന്മാര്. അവനൊരു പോടി. ഒന്നും പറ്റിയില്ല. ഫോണ് എടി, വാ പോയി നോക്കാം. ഭാഗ്യം ഒന്നും പറ്റിയില്ല. അയ്യോ സച്ചി, ഫോണിന് എന്തെങ്കിലും പറ്റിയതോ? എന്റെ ഫോൺ വേണമെന്ന് നിനക്ക് എന്താ ടെൻഷൻ? ഭാഗ്യം ഒന്നും പറ്റിയില്ല. സച്ചി, ഫോണിങ്ങിതാ. ഞാനേ ഫോട്ടോ എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. നീ വരാതി. മിസ്സായി പോയി. നീ ആരെയും നോക്കി നിൽക്കുന്നത്? ദേ സച്ചിൻ രേവതിയും കണ്ടില്ലേ? പൊതുവേ നമ്മുടെ ഫ്രണ്ടിന് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടാവില്ല. പക്ഷെ സച്ചിയുടെ രേവതിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനല്ല. അവരെന്ത് ക്യൂട്ടാണെന്ന് നോക്കി. അവരെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എപ്പൊ നോക്കിയാലും നീ അവരെ പുകഴ്ത്താണല്ലോ. അവസാനം നീ സച്ചി കല്യാണം കഴിക്കും. അവൻ ഓൾറെഡി കല്യാണം കഴിച്ചില്ലേ? അങ്ങനെയൊന്നും പറയാൻ പോലും പാടില്ല. അവര് രണ്ടുപേരെയും കണ്ട ആരായാലും നോക്കിപ്പോവും. അവര് ബെസ്റ്റ് കപ്പിൾസ് അല്ലേ? എനിക്ക് കൊല്ലാനാ തോന്നുന്നത്. മതി അവരെ പുകഴ്ത്തിയത്. നമുക്കേ അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എങ്ങനെയല്ലേ എടുക്കാം. വാ നടക്കങ്ങോട്ട്. പറഞ്ഞു സാർ. ഹായ് സർ. ഹായ്. ഹാർട്ടി വെൽക്കം സർ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സാർ ഇദ്ദേഹമാണ് സുധി. ചന്ദ്രമതി ഹോം അപ്ലയൻസിന്റെ ഓണറാണോ? അതെ സർ, ഐ എം സുധീന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ചന്ദ്രമതി ഹോം അപ്ലയൻസസ്. ഇദ്ദേഹം അഭിലാഷ് മേനോൻ ലീഡോ ഇന്റർനാഷണൽ കമ്പനിയുടെ ഓണറാണ്. ഓ, വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് സർ. വരാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷം. താങ്ക് യു സർ. ആക്ച്വലി ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, ഞാൻ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 100 ഡേയ്സ് കംപ്ലീറ്റ് ആയി. അതിന്റെയും കൂടി ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓ ഗ്രേറ്റ്. എന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നതിന് സാറിന് ഒരുപാട് താങ്ക്സ്. ഞാൻ ഒരാളുടെ കൂടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. 7ഓളം ഡിഗ്രികളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ സർ, അതെ. എന്റെ വിസിറ്റിംഗ് കാർഡിൽ ഒരു ചെറിയ സ്പേസ് പോലും ബാക്കിയില്ല. അത് മുഴുവൻ ഡിഗ്രീസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. അതെ, സ്പെഷ്യലായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ചെയ്യാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. എഡ്യൂക്കേഷൻ വേണം, എന്നാൽ ഈ ഫീൽഡിൽ അതിനേക്കാൾ വേണ്ടത് സ്കില്ലാണ്. അതെനിക്ക് ഇത്തിരി കൂടുതലാണെന്നാണ് എല്ലാരും പറയാറ്. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും ഹാർഡ് വർക്ക് ചെയ്ത് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. ഓ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ബുദ്ധി ഉണ്ടെങ്കിൽ സക്സസ് ഉറപ്പാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന് വളരെയധികം ഉണ്ട് സർ. ഓ, എന്തായാലും നോക്കാം. മറ്റു കാര്യങ്ങൾ കൂടി അറിയണമല്ലോ. ഓക്കെ സർ. സാർ ഒരു കോള് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു. സാർ ഒരു സർ, അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? വെൽ ഓർഗനൈസ്. താങ്ക് യു സാർ. ആരുടെ മുംബൈന്ന് ഏതോ ബിസിനസ് ആയി വരുന്നു പറഞ്ഞില്ലായിരുന്നോ? ഇനി അദ്ദേഹമാണോ? അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് നടത്താന്ന് വിചാരിച്ചു. ശ്രുതി, ഞാൻ പറഞ്ഞിട്ടില്ലേ അഭിലാഷ് സാർ, ഇദ്ദേഹമാണ് സർ. ഇതെന്റെ വൈഫ് ശ്രുതി. ഹലോ സർ. ഹലോ. അതെ, അപ്പൊ കൺഫേം അദ്ദേഹം തന്നെ. മറ്റേ അദ്ദേഹമായിരിക്കും. ഡാഡ്, എന്താ സുഖം? സർ, ദിസ് ഇസ് മൈ ഫാദർ. ഡാഡി, Okay. ഞാൻ പറഞ്ഞിട്ടില്ലേ അഭിലാഷ് സാർ മുംബൈയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞത്. നമസ്കാരം. 3 മക്കളും വലിയ ബിസിനസ്സുകാർ. അതെ അതെ. അതിന്റെ അഭിമാനവും സന്തോഷവും അച്ഛന്റെ മുഖത്തുണ്ട്. 3 മക്കളും ബിസിനസ്. അത് അച്ഛാ, നമ്മുടെ നെയ്ബർ വിശ്വട്ടൻ അച്ഛൻ ഒരുപാട് സമയമായിട്ട് 3 മക്കളും ബിസിനസ്. വിശ്വട്ടൻ അന്വേഷിക്കുക. അച്ഛനും കൂടെ ചെല്ല്. കേട്ടില്ലേ സാർ? ഞാൻ ഒന്ന് പോയിട്ട് ചെല്ല്. ആള് ഭയങ്കര യങ്ങാണല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ വരും. എന്റെ ഡാഡി അല്ലേ? ഓ, അതെ, നമ്മളെ ബിസിനസ്സുകാരാക്കിയ കാര്യം സുധിയേട്ട അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെ മനഃപൂർവ്വം സുധിയേട്ട അവിടെ നിന്ന് ഒഴിവാക്കിയതാ. എനിക്ക് ദേഷ്യം വരുന്നല്ലോ. സച്ചേട്ടാ അടങ്ങി നിൽക്കും.